മിഷണറി ആയിട്ട് ഒരു പ്രദേശത്ത് പോയി ഇറങ്ങി കഴിഞ്ഞാൽ അതിനുവേണ്ടി എല്ലാം തന്നെ ക്രമീകരിക്കും. നമ്മുടെ എല്ലാ നീഡ്സും, ഫിസിക്കലായിക്കോട്ടെ, എല്ലാ നീഡ്സും ഫുൾഫിൽഡ് ആവും. നന്നായി പ്രാർത്ഥിച്ച് അന്നവിളക്ക് തെളിച്ച് ഞങ്ങൾ ഒരു പ്രൊസഷൻ പോലെ പോകുന്നത്. ഒരാളുടെ കയ്യിൽ ദൈവകരുണയുടെ വലിയൊരു ഫോട്ടോ ഉണ്ടായിരിക്കും, ഒരാളുടെ കയ്യിൽ കുരിശുണ്ടായിരിക്കും, ഒരാൾ ജപമാല പിടിക്കും, ഒരാൾ ബൈബിൾ പിടിക്കും. ഇങ്ങനെ ഞങ്ങൾ നടന്നു പോകും. അപ്പോൾ ഈ ആളുകളൊക്കെ നമ്മളിങ്ങനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഓരോ വീടുകളിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്ന് ഞങ്ങൾ ബൈബിൾ തുറക്കുമ്പോൾ ആ വീടിന് വേണ്ടി കൃത്യമായൊരു വചനം ഞങ്ങൾക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ്. അത് ഒട്ടും തന്നെ വ്യാഖ്യാനത്തിന് അവസരമില്ല. വളരെ ഡയറക്റ്റ് മെസ്സേജ്. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിനു വേണ്ടിയുള്ള ഒരു കൽപ്പനയുമായിട്ടാണ്. അതിലേറ്റവും ഒടുവിൽ ഈശോ പറയുന്നുണ്ട്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതിന് തൊട്ടു മുൻപ് ഈശോ പ്രതിപാദിച്ചത് സുവിശേഷം പ്രഘോഷിക്കാനായി പുറപ്പെടുന്നവരുടെ കൂടെ ഈശോ ഉണ്ടായിരിക്കും എന്നല്ലേ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ശരിക്കും ഈശോ കൂടെയുള്ള അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുള്ള സുവിശേഷ തീക്ഷ്ണതയുള്ള ഒത്തിരി കുടുംബങ്ങളുടെ അനുഭവങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ ആളൂർ ഇടവകയിലുള്ള മജീഷ് അനു ദമ്പതികളുടെ കുടുംബത്തിലാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇവർക്ക് നമ്മോട് ഷെയർ ചെയ്യാനുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. സ്വാഗതം. താങ്ക് യു. എന്തായാലും രണ്ടുപേരുടെയും പേര് ഞാൻ പറഞ്ഞു, പക്ഷേ എന്ത് ചെയ്യുന്നു, ഒപ്പം എത്ര മക്കളാണ്, മക്കൾ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ക്ലാസ്സുകളിൽ പഠിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. തീർച്ചയായും. എൻ്റെ പേര് മജീഷ് എന്നാണ്. ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. ഞങ്ങൾക്ക് 5 മക്കൾ: ജെസ്സെ, ജസീക്ക, ജിയന്ന, ജൂഡിത്ത്, ജെനി. ഭാര്യ അനു. എൻ്റെ പേര് അനു. ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഞാനൊരു നേഴ്സാണ്. എൻ്റെ മൂത്ത മകൻ ജെസ്സെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ മകൾ ജസീക്ക, അവൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ മകൾ ജിയന്ന, അവൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 4ാമത്തെ മകൾ 4ാം ക്ലാസ്സിലും. അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള കുട്ടിക്ക് ഇപ്പോൾ 2.5 വയസ്സുമാണ്. എങ്ങനെയാണ് ഈ ഒരു ദൈവാനുഭവത്തിലേക്കും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിലൂടെയാണല്ലോ നമ്മൾ ഈ ഒരു തീക്ഷ്ണതയിലേക്ക് അല്ലെങ്കിൽ ഒരു മിഷൻ യാത്രയിലേക്കൊക്കെ വരുന്നത്. അപ്പം ആ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നത് ആദ്യം രണ്ടുപേരും കുട്ടിക്കാലം മുതലേ അങ്ങനത്തെ ഒരു ചിന്തയുള്ളവരായിരുന്നോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണോ, എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം മുതൽ ദൈവത്തെ റിലേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് സാധിച്ചത് ദൈവം ഒരു അപ്പനാണ് എന്നുള്ളൊരു ഫ്രെയിമിലാണ്. മറ്റുള്ള ഏത് ഒരു കൺസെപ്റ്റിൽ പറഞ്ഞാലും എനിക്ക് കൂടുതൽ താല്പര്യവും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ഒരു പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടാകാം, അതായിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഒരു അടുപ്പം തോന്നി തുടങ്ങുന്നത്. തുടർന്ന് ജീസ് യൂത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ ഒരു പേഴ്സണൽ ജീസസ് എൻകൗണ്ടറിലേക്ക് കടന്നു വരുന്നത്. അത് ഒരു തവണയല്ല, പലതവണ പല അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ആ ഒരു ദൈവാനുഭവം വളർന്ന് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. യെസ്. ഓക്കെ. അനുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ എൻ്റെ വീട്ടിലെപ്പോഴും സ്പിരിച്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് പാരൻസ്. അപ്പോൾ എന്നെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ധ്യാനത്തിന് മുരിങ്ങൂർ ഡിവൈനിൽ പോയായിരുന്നു. അന്ന് മുതൽ ഞാൻ ശരിക്കും ഒരു ഈശോയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് അന്ന് മുതൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അത് തുടർന്ന് അങ്ങോട്ട് പോയി. പിന്നെ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ജിസ് യൂത്ത് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഒരു യൂത്ത് പീരീഡ് വളരെ മനോഹരമായിട്ട് പോകാൻ പറ്റി. വിവാഹത്തിന് ശേഷം ജിസ് യൂത്തിൽ ആക്റ്റീവ് ആയതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ ഒരു മിഷന് വരെ പോകാനുള്ള അവസ്ഥയിലേക്ക് എത്തി. രണ്ടുപേരും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് രണ്ടുപേർക്ക് അതിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. പിന്നീട് എപ്പോഴാണ് ഈ ഒരു മിഷന് പോകണം, അല്ലെങ്കിൽ ജോലിയുടേതായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഒരുപക്ഷെ വന്നേക്കാം, അപ്പം അതിനൊക്കെ മറികടന്നുകൊണ്ട് ഒരു നിശ്ചിത ദിവസം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ ഇങ്ങനെ മാറി നിൽക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനൊക്കെ എങ്ങനെയാണ് സാധിച്ചത്? യുവാവായിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു മിഷൻ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 20 വർഷം മുമ്പ് വിവാഹത്തിന് മുമ്പ് തന്നെ ഇരിങ്ങാലക്കുട സോണിൽ നിന്ന് ഞങ്ങൾ ബറാംപൂർ എന്ന് പറഞ്ഞ ഒറീസയിലെ ഡയസിസിലേക്ക് പോവുകയും അങ്ങനെ ഒരു മിഷൻ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കുടുംബത്തിൻ്റെ കാര്യങ്ങളും പിന്നെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ശേഷം
GCUത്തിൻ്റെ ഓൾ കേരള ഫാമിലി കോൺഫറൻസ് വന്നതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഫേസിലേക്ക് ഞങ്ങൾ നീങ്ങുന്നത്. അന്ന് ഞങ്ങൾ മുന്നോട്ടൊന്നും തന്നെ ചിന്തിക്കാതെ ഒരു യെസ് പറഞ്ഞൊരു കമ്മിറ്റ്മെൻറ്റ് എഴുതിയിടുകയാണ് ചെയ്തത്. തുടർന്ന് വരുന്നത് നമുക്ക് കാണാം എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു അവിടെ പോകുന്നത്. യെസ്, അങ്ങനെയായിരുന്നു നോക്കിയത്. എനിക്ക് ഈ ഒരു ഫാമിലി ആയിട്ടുള്ളൊരു മിഷൻ എക്സ്പോഷർ പ്രോഗ്രാമിന് പോയത് എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാളും കൂടുതൽ പരിശുദ്ധാത്മാവ് അത് നയിച്ചതാണ്. ഞങ്ങളുടെ തീരുമാനമായിരുന്നില്ല, അത് മുന്നേ നിശ്ചയിക്കപ്പെട്ട, ഞങ്ങളെക്കാൾ ഉപരിയായിട്ട്, ഞങ്ങളുടെ ആഗ്രഹത്തെക്കാൾ ഉപരിയായിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതൊരു ദൈവിക പദ്ധതിയായിട്ട് നടന്നു പോവുക, അങ്ങനെ സമയത്ത് സംഭവിച്ചു, ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അതെ. പ്രത്യേകിച്ച് ഇപ്പം 5 മക്കളുമായിട്ട് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പാരൻസോ മറ്റാരും നമുക്ക് കുട്ടികളെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ. അപ്പോൾ ഇവ ട്രെയിനിൽ യാത്രയുണ്ടാവും, ദൂരെ യാത്രയുണ്ടാവും, അവിടെ ചെന്നിട്ടുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഉത്കണ്ഠകളും ടെൻഷനും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നൊരു സമയമാണ്. ഈ ഒരു 2.5 വയസ്സൊക്കെയുള്ള ആ കൊച്ചിനെ മുതൽ ഒരു 15 വയസ്സ് 14 വയസ്സ് വരെയുള്ള ഏറ്റവും മുതിർന്ന ആൾ വരെ കൊണ്ടുപോകുമ്പോൾ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അതിനുള്ള ഒരു ധൈര്യം കിട്ടി? അത് പ്രശ്നമില്ല, നമുക്ക് പോകാം എന്നുള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് വന്നത്? ശരിക്കും പറഞ്ഞാൽ GCU ഫാമിലീസിൽ നിന്ന് തന്നെ മിഷൻ എക്സ്പീരിയൻസ് കേട്ട് മിഷന് പോകണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഈ 5 മക്കളെ വെച്ച് പോകാന്നുള്ളത് എനിക്ക് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പക്ഷേ പലരുടെയും മിഷൻ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ വരെ മിഷന് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അതുപോലെ 6 മക്കൾ കൈക്കുഞ്ഞുങ്ങളായിട്ടൊക്കെ മിഷന് പോകുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കുട്ടിക്ക് 1.5 വയസ്സ്, 1 വയസ്സ് ജസ്റ്റ് പൂർത്തിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നാട്ടുകാരും ബന്ധുക്കളൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തിനാ മിഷന് പോകുന്നത്, കുട്ടികളെ കൊണ്ടുപോകണ്ട, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുപോകില്ലേ എന്ന് പറഞ്ഞായിരുന്നു. കാരണം ചെറിയ കുട്ടിക്കൊക്കെ അവിടെ ഞങ്ങൾ പോയൊരു സ്ഥലം ഭയങ്കര ചൂടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അത് ബന്ധുക്കൾക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ലായിരുന്നു കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ, കാരണം അവരുടെ ഒരു ഹെൽത്തും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞങ്ങളുടെക്കാളും കൂടുതൽ ഒരു മിഷൻ എക്സ്പീരിയൻസ് മക്കൾക്ക് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഫാമിലി മുഴുവനായിട്ട് പോയി കഴിഞ്ഞാലാണ് ചെറിയ കുട്ടിക്ക് അടക്കം ഒരു എക്സ്പോഷർ കിട്ടുള്ളൂ. നമുക്ക് പറയാൻ പറ്റില്ല, ഭാവിയിൽ നമ്മുടെ മക്കളൊക്കെ വലിയ മിഷണറീസ് ആയി മാറുകയാണെങ്കിൽ ഇതൊരു ഒരു ഒരു മോട്ടിവേഷൻ ആകട്ടെ, ഒരു തുടക്കമാകട്ടെ എന്ന് വിചാരിച്ചാണ് മക്കളെ കൂട്ടി ചേർത്തത്. അവരെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അവിടുത്തെ ചെന്നിട്ടുള്ള സാഹചര്യങ്ങൾ, അവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്, ഒപ്പം അവിടുത്തെ ഭക്ഷണം, പിന്നെ യാത്രകൾ, ഇപ്പം ഫാമിലി വിസിറ്റിനോ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു തിരക്കുകളിലേക്ക് പോകുമ്പോൾ ഇവരെ ഒപ്പം കൊണ്ടുപോകുമ്പോഴും, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഉത്കണ്ഠകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ കുറേ ആധികൾ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കും ഉള്ളിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അപ്പം ഇത് കഴിഞ്ഞ് അവിടെ ചെന്നതിന് ശേഷം ഈ ഉത്കണ്ഠകൾക്കൊക്കെ വല്ല പ്രസക്തി ഉണ്ടായോ, അതോ അതിനൊക്കെ അപ്രസക്തമാകുന്ന രീതിയിൽ ദൈവം പരിപാലിക്കുന്നതാണോ കണ്ടത്? എങ്ങനെയായിരുന്നു അവിടെ ചെന്നിട്ടുള്ള ഈ കുട്ടികളുടെ ഒരു സാഹചര്യങ്ങൾ? ഇവിടുന്ന് ഞങ്ങൾ പോകുമ്പോൾ തന്നെ അതൊരു ദൈവപരിപാലനയുടെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു. ഞങ്ങൾ പോകാനായിട്ട് തീരുമാനമെടുത്തിട്ട് ഞങ്ങൾ പോകുന്ന തലയാഴ്ച വരെ ഞങ്ങൾ കുറേ പദ്ധതികളൊക്കെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ അവിടെ പോയാൽ ഫലപ്രദമാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഉത്കണ്ഠാകുലരായി. ഒന്നാമത്തെ കാര്യം ഭാഷയാണ്. ഹിന്ദി ആണെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് ഞങ്ങൾക്ക് തെലുങ്ക് റീജിയനിലേക്കാണ് ഞങ്ങൾ പോയത്. അത് ആന്ധ്ര ഒറീസ ബോർഡറാണ് ഞങ്ങൾ പോയൊരു പ്രദേശം. ഈ തെലുങ്ക് കന്നഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബന്ധമില്ലാത്തൊരു ഇതാണ്. എങ്കിൽ പോലും ഞങ്ങൾ തെലുങ്ക് പഠിക്കാനും, ഒരു ബേസിക് ആയിട്ടുള്ള ചില പ്രയറുകൾ, നന്മറിഞ്ഞറിയുക പോലുള്ളതൊക്കെ തെലുങ്ക് പഠിക്കാനും പോകുന്നതിന് ഒരാഴ്ച മുമ്പാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചെല്ലുന്ന സ്ഥലത്ത് തെലുങ്ക് ഉപകാരപ്പെടില്ല. അവിടെയുള്ളവർക്ക് അറിയില്ല. അവർക്ക് കേട്ടാൽ മനസ്സിലാവുന്നല്ലാതെ അവർ അതിലൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ അവിടെ ഒരു സവറ എന്ന് പറഞ്ഞ ലോക്കൽ ലാംഗ്വേജ് ആണ്. അതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി. പിന്നീട് ഓരോ സമയത്തും നമ്മൾ ഓരോ പോയിന്റിലും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. കാരണം അല്ലാതെ വേറെ മാർഗങ്ങളില്ല. സത്യത്തിൽ ഞങ്ങളുടെ മിഷൻ മൊത്തം ഈശോയുടെ പ്രൊവിഡൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി തന്ന ഒരു മിഷനായിരുന്നു. ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ പിള്ളേരൊക്കെ നല്ല ഹൈലി അലർജിക്കാണ്. നെബുലൈസേഷനുള്ള പാരറ്റസ് അടക്കമാണ് ഇവിടുന്ന് പോകുന്നത്. അനു ഒരു നേഴ്സായതുകൊണ്ട് ഒരുമാതിരി എല്ലാ മെഡിസിൻസും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. പോകുന്ന സമയം മുതൽ നമുക്ക് ഓരോരോ തടസ്സങ്ങൾ ഉണ്ടായി തുടങ്ങി. പോകുന്ന അന്ന് ഞാൻ ചെറിയൊരു തലകറക്കൊക്കെ ആയിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടേഴ്സും നേഴ്സസും അവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്, അവർ പറഞ്ഞു നിങ്ങൾ 2 ദിവസത്തേക്ക് മാറ്റി വയ്ക്കും. 2 ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് അടക്കം ഒന്നും കിട്ടില്ല.
ആയതുകൊണ്ട് ഞങ്ങൾ യെസ് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പക്ഷേ പോകുന്ന ട്രെയിനിലടക്കം ഒരു പരിപാലനയുടെ ഒരു പ്രത്യേക സിസ്റ്റം രൂപപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഞാൻ തലകറങ്ങി കിടക്കുന്ന ഒരു സമയത്ത് അനുവിനെ 5 കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു സിസ്റ്റം രൂപീകരിക്കപ്പെട്ടു. ആ ട്രെയിനിൽ തന്നെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അച്ഛന്മാരുണ്ടായിരുന്നു. നമ്മൾ പോകുന്നതിനെ വളരെയധികം പോസിറ്റീവായിട്ട് കാണുന്ന ചിലരൊക്കെ അതേ സ്ഥലത്ത് ഒരുക്കി തന്നു. അപ്പം അത് മുതൽ തുടങ്ങുന്ന പരിപാലന ഞങ്ങൾ തിരികെ വന്നപ്പോൾ ആ ട്രെയിൻ ക്യാൻസലായി. എന്നിട്ട് പോലും ഞങ്ങൾ ഒന്ന് കറങ്ങി തിരിഞ്ഞ് തമിഴ്നാട് വഴിയൊക്കെ വന്നിരുന്നത്. അതിൽ പോലും ആ ഒരു പരിപാലന നമ്മൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിതിൽ നിന്ന് ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാം വിട്ടുകൊടുത്തിട്ടുള്ള ഒരു സമയത്ത് മാത്രമാണ് ദൈവിക പരിപാലനയുടെ ഒരു ആഴങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മളെന്തെങ്കിലും ചെയ്യണോണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം ഒത്തു വന്നുകൊണ്ടൊക്കെ നടന്നു പോകുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ശരിക്കും നമ്മളെ തന്നെ സമർപ്പിച്ച് സറണ്ടർ ചെയ്ത് എന്തും വരട്ടെ, ഇതിൻ്റെ അപ്പുറത്ത് ദൈവമുണ്ട് എന്നുള്ളൊരു ഉറപ്പോടുകൂടി കണ്ണടച്ച് ചാടുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ദൈവത്തിൻ്റെ ഒരു പരിപാലന തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇതിൽ ശരിക്കും ലോജിക്കോ അങ്ങനെ സയന്റിഫിക്കായ കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പല കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തു, പക്ഷെ അതൊന്നും ആവശ്യം വന്നില്ല എന്നുള്ളതാണ്. ദൈവം വേറെ രീതിയിലാണ് ഞങ്ങളെ നയിച്ചത്. ഞാൻ പറഞ്ഞു മെഡിസിൻ ബോക്സ് ഒക്കെ കൊണ്ടുപോയത് ഒരു മെഡിസിൻ പോലും ഉപയോഗിക്കേണ്ട വന്നില്ല. ഞങ്ങൾ പോയ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ 95% TBയും മലേറിയയുടെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മലേറിയ ഉള്ള സ്ഥലത്തേക്കാണ് പോയത്. പക്ഷെ ദൈവം സഹായിച്ച് ഒരു മക്കൾക്കും യാതൊരുവിധ അസുഖങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചു വരാൻ പറ്റി. അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പരിപാലനയായിരുന്നു. തീർച്ചയായിട്ടും. ഒപ്പം നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അവിടെയുള്ള വ്യക്തികളെ സന്ദർശിക്കുന്നു, കത്തോലിക്ക കുടുംബങ്ങൾ സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുന്നു, അവരോട് ഈശോയെ കുറിച്ച് പറയുന്നു. ഏതൊക്കെ രീതിയിലൊക്കെയാണ് നമുക്ക് അവിടെ ഇടപെടാനായിട്ടും പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് സാധിച്ചത്? എനിക്ക് തോന്നുന്നു മിഷനറി ആയിട്ട് ഒരാൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാ കാര്യവും അതിനുവേണ്ടി ക്രമീകരിക്കപ്പെടുന്നതാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ മിഷൻ യാത്രയിൽ നിന്ന്. നമുക്ക് വേണ്ടി എത്രയധികം കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ചിലപ്പോൾ നമുക്ക് ഉപകാരത്തിൽ കൊള്ളണമെന്നില്ല. പകരം അവിടെ അതിന് ഇൻ പ്ലേസ് അവിടെ കൃത്യമായിട്ട് വേറൊരു സിസ്റ്റം നമുക്ക് വേണ്ടി അവിടെ ഉണ്ടാകും. അതൊരു പരിപാലനയാണ്. തുടക്കം സൂചിപ്പിച്ചു, ഞങ്ങളിവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ മുതൽ ഓരോരോ തടസ്സങ്ങളായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം ഓരോരോ തടസ്സങ്ങൾ നമുക്ക് വന്നു. പക്ഷെ അതിൽ നിന്ന് കടന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ച ആ നിമിഷം ആ തടസ്സം അവിടെ മാറുന്നതാണ്. ഞങ്ങളവിടെ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് നമുക്കവിടെ ഒരു ഫാമിലി വിസിറ്റിന് ഒരു സാഹചര്യമുള്ളൂ. അതിരാവിലെ ഇവർ അവരുടെ പണിസ്ഥലങ്ങളിലേക്ക് പോകും. അതിനുശേഷം ഒരു 9 മണി 9:30 ആകുമ്പോൾ അവർ വീട്ടിൽ വന്ന് റെസ്റ്റാണ്. പിന്നീട് നമുക്ക് 9:30 10 മണിക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ സാധിക്കില്ല. കാരണം അത്ര നല്ല വെയിലാണ്. 40-45 ഡിഗ്രിയാണ് അവിടെ. ഹ്യൂമിഡിറ്റി കുറവാണ്. അപ്പോൾ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ പ്ലേസ് ചെയ്തപ്പോൾ തന്നെ അവിടുത്തെ ഒരു പാരിഷ് പ്രീസ്റ്റിനൊക്കെ ഉള്ള വളരെ വലിയ ഈ കുട്ടികളെ കൊണ്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളൊരു ഇതായിരുന്നു. ഈവനിങ്ങിൽ നമ്മൾ പോകാം, ഇങ്ങനെ ഫാമിലി വിസിറ്റിനൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് 2 ദിവസങ്ങളിൽ പോകാനായിട്ട് പറ്റുന്നില്ല, ചില തടസ്സങ്ങൾ. പക്ഷേ മൂത്തവന് ചെറിയൊരു ടെമ്പറേച്ചർ പോലെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു തുടർച്ചയായിട്ട് 3 ദിവസത്തെ ഇഞ്ചക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പതറി. പക്ഷേ നമ്മൾ അവനെ അവിടെ ആക്കിയിട്ട് വീട്ടിലാക്കിയിട്ട് അവനെ തന്നെ ആക്കിയിട്ട് നമ്മൾ പോകാം എന്ന് തീരുമാനിച്ച ആ സമയം മുതൽ അവൻ്റെ പനി മാറി എന്നുള്ളത്. അപ്പോൾ എന്ത് തടസ്സമുണ്ടോ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് അതിലേക്ക് എടുത്തു വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ തടസ്സങ്ങൾ മാറുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ശേഷം നമ്മളവിടെ ഉള്ള എല്ലാ ഫാമിലികളെയും നമ്മൾ സന്ദർശിച്ചു. അതൊരു നല്ലൊരു വില്ലേജായിരുന്നു. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പ്ലേസ് ചെയ്തത്. അച്ഛന് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മളെങ്ങനെയാണ്. പക്ഷേ എങ്കിൽ പോലും GC യൂത്തിൻ്റെ ഒരു സപ്പോർട്ടുള്ളൊരു സ്ഥലമായിരുന്നില്ല. അവർ തന്നെ വന്നിരുന്നൊരു വില്ലേജ് അല്ല അത്. ആദ്യമായിട്ടാണ് ആ ഒരു വില്ലേജിനെ പറ്റി കേൾക്കുന്നതും ഒക്കെ. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായ മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടുകളിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്ന് ഞങ്ങൾ ബൈബിൾ തുറക്കുമ്പോൾ ആ വീടിന് വേണ്ടി കൃത്യമായൊരു വചനം ഞങ്ങൾക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ്. അത് ഒട്ടും തന്നെ വ്യാഖ്യാനത്തിന് അവസരമില്ല വചനത്തിൽ. വളരെ ഡയറക്റ്റ് മെസ്സേജ്. ചില മെസ്സേജുകളൊക്കെ നമ്മൾ എങ്ങനെ പറയും എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം പറഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ വന്ന അവർ പറയാണ്, ആ വീടിന് നിങ്ങൾ പറഞ്ഞ മെസ്സേജ് കറക്റ്റാണ്, അതങ്ങനെയാണ്, ആ വീട് ആ ഭവനം അങ്ങനെയാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു പനി പിടിച്ച് കിടക്കുന്ന ഒരു ചേച്ചി, ആ ചേച്ചി അവിടെ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലൊരിക്കൽ മാത്രമാണ് അവിടെ കുർബാനയുള്ളത്. അതുപോലെ തന്നെ കുമ്പസാരം വർഷത്തിലൊരിക്കലേ ഉള്ളൂ. ആ കുമ്പസാരം ഈസ്റ്ററോടനുബന്ധിച്ചാണ് അവരുള്ളത്. ആ ചേച്ചി കുമ്പസാരിച്ചിട്ടുണ്ടായില്ല ആ വർഷം.
ആ ചേച്ചിക്ക് എന്ത് ചെയ്ത പനി വിട്ടുമാറുന്നില്ല. അപ്പോൾ അവർ നമ്മളെ കാണുന്നത് വലിയ മിഷണറിമാരൊക്കെ ആയിട്ടാണ് നമ്മളെ കാണുന്നത്. നമ്മൾ ശരിക്കും ഒരു മിഷൻ എക്സ്പോഷറിന് വേണ്ടി മാത്രമാണ് പോകുന്നത്. എന്താണ് മിഷൻ സ്ഥലങ്ങളിൽ നടക്കുന്നത്, നമുക്ക് അവരോട് കുറച്ച് നേരം ഇന്ന് പ്രാർത്ഥിക്കാം, അവരുടെ കൂടെ ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവർ നമ്മളെങ്ങനെയാണ് കണക്കാക്കുന്നത്? അവർ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വരും. പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചിട്ടും ആ ചേച്ചിക്ക് യാതൊരു കുറവുമില്ല. അങ്ങനെയാണ് നമുക്ക് മെസ്സേജ് കിട്ടുന്നത്, നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടോ. ഓക്കെ ഓക്കെ. അത് ബൈബിളിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് മെസ്സേജ് കിട്ടാണ്, കുമ്പസാരിക്കണം ഒരു മെസ്സേജ് കിട്ടാണ്. അപ്പൊ ഞങ്ങളത് ചോദിച്ചു കഴിഞ്ഞപ്പോ ആ അമ്മയ്ക്ക് അന്ന് കുമ്പസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു. പിന്നീടാണ് നമ്മൾ അറിയുന്നത്, ഒരു ദിവസം ആ ചേച്ചി ഒരു കൊട്ട പഴമായിട്ട് വന്നിരിക്കുക. നമുക്ക് മനസ്സിലായില്ല, ആ ചേച്ചിയുടെ പനി സുഖപ്പെട്ടായിരുന്നു ആ ഒരു കുമ്പസാരത്തിന് ശേഷം. പിന്നെ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി വലിയൊരു കുഗ്രാമം പോലത്തെ ഒരു ഏരിയയിലേക്ക് പോകുന്നത്, ഒത്തിരി മലപ്രദേശത്തിൽ കൂടെ ഒക്കെ പോകുന്നത്. ഞങ്ങൾ പോകുന്നത് ഒരു ചെറിയൊരു ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചങ്ങ് ഹൈറ്റിലേക്ക് പോയാൽ തിരിച്ച് താഴേക്ക് പോരും, പേടിയോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നന്മ നിറഞ്ഞേറെ ചെല്ലും. ഞങ്ങൾ തെലുങ്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡ്രൈവർക്കും തെലുങ്ക് അറിയാം. ഞങ്ങളിങ്ങനെ യേശുവിനെ സ്തുതിക്കുമ്പോൾ ഈ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഭയങ്കര വിജനമായ പ്രദേശം. അപ്പോൾ എങ്ങോട്ട് തിരിയണ്ടെന്ന് അറിയുന്നില്ല, നമ്മൾ ആകെ കൺഫ്യൂസ്ഡായി. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ആട്ടിടയൻ, ഞാൻ ഇപ്പോഴത് വിശ്വസിക്കുന്ന ഒരു ഔസപിതാവാണെന്നാണ്. കാരണം ആ ഒരു സ്ഥലത്ത് വീടില്ല, ഈ പരിസര പ്രദേശത്തൊന്നും വീടില്ല. അവിടെ ഇത്രയും ആടുകളെ കൊണ്ട് ഒരു മനുഷ്യൻ അവിടെ വരണമെങ്കിൽ അതിനൊരു സ്കോപ്പില്ല, ഒരു വീടോ പരിസരമോ ഇല്ലാത്തൊരു സ്ഥലത്ത് ആ മനുഷ്യൻ അതിനു വേണ്ടി ഇവിടെ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. ആ മനുഷ്യനോട് ചോദിച്ചു എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചപ്പോൾ ആള് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. ശരിക്കും നമുക്ക് ആ വഴി കൂടെ പോകാൻ നമുക്ക് റൂട്ട് മാപ്പ് ഒന്നുമില്ല, ഞങ്ങൾ അവിടെ എത്തിച്ചേരില്ലായിരുന്നു. അപ്പോൾ ആ ഒരു യാത്രയിൽ തന്നെ നമുക്ക് മിറക്കിളിന്റെ ഒരു ജേർണീസ് ആയിരുന്നു. കാരണം മിറക്കിൾസ് ഫുൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ഞാനൊരു ട്രെയിൻ യാത്ര തൊട്ട് ആ മിഷൻ തീരുന്നവരെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ദൈവം നമുക്ക് വേണ്ടി ഓരോ മിറക്കൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രമല്ല, പിള്ളേർക്കും അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. വിശ്വാസത്തിൽ സ്ഥിതി കൂടെ നടക്കുന്ന ഈശോയെ കൂടുതൽ അറിയാൻ പറ്റുന്ന അവസരങ്ങളായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഈ ബൈബിളിലൊക്കെ കാണുന്ന ഈ സുഖപ്പെടുത്തല്, ഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഫിസിക്കൽ നീഡുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റും. അത് അവിടെ ചെന്നാൽ നമുക്കത് കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ദൈവം നമ്മളതിന് ഉപകരണമാക്കി മാറ്റി. നമുക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല ഞങ്ങൾ. പക്ഷെ അവിടെ ചെന്ന് നമ്മളെ ദൈവം ഓരോ ഫാമിലീസ് ചെന്നതിന് ഉപകരണമാക്കി മാറ്റി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു കിടപ്പിലായിട്ടുള്ളൊരു അപ്പച്ചൻ ഉണ്ടായിരുന്നു, ഒത്തിരി പ്രായമുള്ളൊരു അപ്പച്ചൻ. ഞങ്ങൾ അങ്ങനെ പോയി പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം ആൾ എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോൾ ഇവര് ഒത്തിരി താങ്ക്സ് പറയാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണെന്നുള്ള നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ദൈവം അവിടെ ശരിക്കും സൗഖ്യപ്പെടുത്തുന്നതായിട്ട് നമ്മുടെ കണ്ണിൽ കൂടെ കാണുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോകുന്ന സമയങ്ങളിൽ വെച്ചാൽ തുടക്കം നമുക്ക് അങ്ങനെ നമ്മളെ എന്താ പറയുക അത്ര സപ്പോർട്ടീവായിട്ട് ഫീൽ ചെയ്തില്ലായിരുന്നു. ഞങ്ങൾക്ക് അത് എങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഉച്ച സമയങ്ങളിൽ പ്രാർത്ഥിക്കും, നന്നായി പ്രാർത്ഥിച്ച് അന്നവിളക്ക് തെളിച്ച് ഞങ്ങൾ ഒരു പ്രൊസഷൻ പോലെ പോകുന്നത്. ഞങ്ങൾ 5 മക്കളും കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ ദൈവകരുണയുടെ വലിയൊരു ഫോട്ടോ ഉണ്ടായിരിക്കും, ഒരാളുടെ കയ്യിൽ കുരിശുണ്ടായിരിക്കും, ഒരാൾ ജപമാല പിടിക്കും, ഒരാൾ ബൈബിൾ പിടിക്കും. ഇങ്ങനെ ഞങ്ങൾ നടന്നു പോകും. അപ്പോൾ ഈ ആളുകളൊക്കെ നമ്മളിങ്ങനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇതെന്തീ പോകുന്നേ, ആരും നമ്മുടെ ഒന്നും അവരുന്നു, അത് ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ ഇവരിങ്ങനെ നമ്മളെ നോക്കി നിൽക്കായിരുന്നു. ഞങ്ങൾ പക്ഷെ ഒന്നും ചെയ്യില്ല. ആദ്യത്തെ 2-3 ദിവസങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യായിരുന്നു. ഈ അറ്റം മുതൽ അറ്റം വരെ ഇങ്ങനെ കൊന്തയൊക്കെ പിടിച്ച് ഞങ്ങൾ കരണ്ടക്കൊന്ത ചെല്ലി ട്രാവൽ ചെയ്യുന്നു. പിന്നെ പതുക്കെ ഒരു വീടുകളിലേക്ക് ഞങ്ങളെ കയറ്റി തുടങ്ങി. വീടുകളിലേക്ക് കയറ്റി തുടങ്ങി കഴിഞ്ഞപ്പോഴും ആദ്യമൊന്നും അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല നമ്മളെ കയറ്റാനായിട്ട്. പക്ഷെ ഓരോ വീട്ടിൽ ചെന്ന് ഇങ്ങനെ നമ്മൾ ബൈബിൾ മെസ്സേജസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാവരും നമുക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരവസ്ഥയായി. ഓരോ വീടുകളിലേക്കും നമ്മളെ വിളിക്കാൻ തുടങ്ങി. ഞങ്ങളെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഫാമിലി നമ്മളെടുത്ത് അത്ര ഇഷ്ടമായിരുന്നില്ല നമ്മളെ, അങ്ങനെ മിഷനോടോ അല്ലെങ്കിൽ നമ്മളെ ക്രിസ്ത്യാനിറ്റിയോടൊന്നും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷെ അവസാന ദിവസം നമ്മളെ വിളിക്കണ രഹസ്യമായിട്ട് ഒന്ന് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് തന്നെ അത്ഭുതം തോന്നി. ദൈവം ഒരു മാസം കൊണ്ട് ആ ഒരു ഏരിയയിൽ ദൈവം ഒത്തിരി മിറക്കിള് നമ്മളിലൂടെ നമ്മളൊരു ഉപകരണമാക്കി മാറ്റി എന്നുള്ളതാണ് ഇങ്ങനെ ഒരു മിറക്കിൾ സംഭവിക്കാനായിട്ട്. അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും
നമ്മുടെ മക്കളുടെ ഉള്ളിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ വേദപാഠ അനുഭവങ്ങളെക്കാളൊക്കെ ശക്തമായ രീതിയിൽ ഒപ്പം നടക്കുന്ന ഇന്നും ജീവിക്കുന്ന ഈശോയുടെ ഇടപെടലുകൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പം അവര് അതിനെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞത്? ഒരു ദിവസം അനു നല്ല ഹീറ്റ് സ്ട്രോക്ക് വന്ന് തളർന്നു പോയി. അത്രയും നല്ലൊരു ചൂടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവള് വല്ലാണ്ട് ഡെസ്പായി. അവളിങ്ങനെ പ്രെയർ ചെയ്തു, എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വിത്തിൻ ഒരു ഹാഫ് ആൻ അവർ മാനം ഇരുണ്ട് കറുത്ത് ഹെവി ഫ്രീസിങ് റെയിൻ. ഒരിക്കലും ആന്ധ്രയിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഒന്നും ഉണ്ടാവാത്തൊരു മീൻസ് ആ ഒരു ഏരിയയിൽ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് ഫ്രീസിങ് റെയിൻ. മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞപ്പോൾ പിള്ളേർ പറയാം, അത് അമ്മ നോക്കൂ, എന്തോ വൈറ്റ് എന്തോ സാധനം മീനിൻ്റെ പോലെ ചാടി കളിക്കണു. നോക്കിയപ്പോൾ എന്താ, ആലിപ്പഴമാണ്. അനു ആദ്യമായിട്ടാണ് ഈ ആലിപ്പഴം കാണുന്നത്. അപ്പോൾ സത്യത്തിൽ ആ മഴയോട് കൂടി റെഗുലറായിട്ട് അവിടെ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കാനായിട്ട് കാരണമായി എന്നുള്ളത്. നമ്മളിവിടെ കേരളത്തിലായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങളൊക്കെ കാണണമെങ്കിൽ പ്രത്യേകമായിട്ട് അതിനുവേണ്ടി വരം ലഭിച്ചവർക്ക് അവരിൽ നിന്ന് നമ്മൾ കാണാറുണ്ട്, പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ബൈബിള് തുറന്ന് വായിച്ചാൽ പോലും കൃത്യമായിട്ടൊരു മെസ്സേജ് കിട്ടാത്ത എന്നെ പോലുള്ള ആളുകൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായും അത് അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്, നിങ്ങളൊരു മിഷണറി ആയിട്ട് ഒരു പ്രദേശത്ത് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി എല്ലാം തന്നെ ക്രമീകരിക്കപ്പെടും. നമ്മുടെ എല്ലാ നീഡ്സും, ഫിസിക്കലായിക്കോട്ടെ, എല്ലാ നീഡ്സും ഫുൾഫിൽഡ് ആവും. മിഷൻ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബം എന്ന നിലയിൽ ഇനി ഇതുപോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോടും കുടുംബങ്ങളോടും ഒക്കെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഞങ്ങൾ മിഷന് പോകണോ എന്നുള്ളൊരു ചെറിയൊരു സന്ദേഹം ഞങ്ങൾക്ക് ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വചനം യോനായുടെ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യമാണ്. യോന കേവലം ഒരു ചെടിയെപ്പറ്റി ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം പറയാണ്, നീ ഈ ചെടിയെപ്പറ്റി ആശങ്കപ്പെടുകയാണെങ്കിൽ വലത്തോ ഇടത്തോ പോലും തിരിയാൻ കഴിവില്ലാത്ത 1,20,000 പേര് വരുന്ന ഒരു ജനതയോടും അസംഖ്യം കന്നുകാലികളോടും എനിക്ക് കരുണ തോന്നണ്ട എന്ന് ചിന്തിക്കാൻ നിനക്ക് കഴിയുമോ? സത്യത്തിൽ അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ആ ജനതയോട് കർത്താവിന് കരുണ തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് പോകുന്നതെന്ന്. നിങ്ങൾക്ക് ദൈവപരിപാലനയെ പറ്റി സംശയമുണ്ടോ? നിങ്ങൾ ഏറ്റവും നല്ലത് ഒരു 1 month മിഷൻ എക്സ്പോഷറെങ്കിലും നിങ്ങൾ പോകുന്നതാണ്. എല്ലാ സാഹചര്യങ്ങളും നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പരിപാലന നിങ്ങളുടെ പദ്ധതിയേക്കാളും എത്രയോ മഹത്തരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഫാമിലീസിനോട് പറയാനുള്ളത്, നിങ്ങൾ പല ഫാമിലീസും ചിന്തിക്കുന്ന കാര്യം, ഞങ്ങൾക്ക് അതിനൊരു യോഗ്യതയുണ്ടോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ, ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നവരല്ല. പക്ഷേ ഇതൊന്നും ഇതിൻ്റെ ഒരു മാനദണ്ഡമല്ല. ഈശോ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് യെസ് പറയുക. അത് നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും, നിങ്ങൾക്ക് രോഗിയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പാപിയായിട്ടുള്ള അവസ്ഥയായിരിക്കാം, പക്ഷേ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ യെസ് പറയുക, ദൈവം നിങ്ങളെടുത്ത് ഉപയോഗിച്ചോളും. അതിന് പ്രത്യേകമായിട്ടുള്ള എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മോശ, യോന, ഇവരുടെയൊക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു വിക്കനായിരുന്നു മോശ എന്ന് പറയുന്ന ഒരാൾ. ദൈവം ആളെ എടുത്ത് ഉപയോഗിക്കുക ചെയ്തത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. നിങ്ങളെ ദൈവം മിഷന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ യെസ് പറയുക. ഒരു സാഹചര്യം നിങ്ങൾ നോക്കരുത്. ഫിസിക്കലായിട്ടുള്ള ഒരു സാഹചര്യം, ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം നമുക്ക് ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും നോക്കരുത്. ശരിക്കും മിഷൻ എന്ന് പറയുന്നത്, ശരിക്കും പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, വചനം പ്രഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. ശരിക്കും അത് നമുക്ക് എങ്ങനെ പ്രഘോഷിക്കാതിരിക്കാൻ പറ്റുന്നേ? നമ്മൾ ദൈവത്തിൻ്റെ ഒരു സ്നേഹം അറിഞ്ഞിട്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന് എന്തർത്ഥമുള്ളത്? നമ്മൾ ആ ദൈവം നമ്മോട് കരുണ കാണിച്ചാൽ നമ്മൾ എന്തർത്ഥമുള്ളത്? ഈ കരുണ അറിയാനായിട്ട് ഒത്തിരി മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്, ലോകത്തിന് ചുറ്റും. അപ്പോൾ നമ്മളതിനൊരു ഉപകരണമാക്കി മാറുക, ദൈവത്തിന് യെസ് പറയുക. ആദ്യം നിങ്ങൾ കടന്നു ചെന്ന സമയത്ത് അവിടെയുള്ളൊരു ഒരുപക്ഷെ അത്ര ഒരു സ്വീകാര്യതയും ഒരു താല്പര്യവും നമ്മളുടെ അടുത്ത് കാണിച്ചില്ല. പക്ഷെ അതിനുശേഷം പിന്നീട് ഓരോ ദിവസങ്ങൾ പിന്നിടും തോറും കൂടുതലായിട്ട് അവരിലേക്ക് അടുക്കാനും അവർ നിങ്ങളെ വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുടുംബങ്ങൾ ഒരു വിശ്വാസ സാക്ഷ്യം നൽകിക്കൊണ്ട് ഇതുപോലെ വിവിധ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും പ്രാധാന്യവും എത്രത്തോളം ഗൗരവമുള്ളതാണ്. ഞങ്ങളവിടെ പോയപ്പോൾ സത്യത്തിൽ അവർക്ക് ഒന്ന് ലാംഗ്വേജ് ആയിരിക്കണം, അല്ലാതെ അവർ നമ്മളെക്കാളൊക്കെ സ്നേഹവും
താല്പര്യവും കരുണയുള്ള ആളുകൾ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ മാസത്തിൽ ഒരിക്കലാണ് ഒരു വിശുദ്ധ കുർബാനയുള്ളൂ. അതിനുവേണ്ടി അവർ തീക്ഷ്ണമായിട്ട് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ നമ്മളെക്കാളും കൂടുതൽ സത്യത്തിൽ വിശ്വാസമുള്ളവരാണ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ദൈവത്തിന് വേണ്ടി അവിടെ കാഴ്ചവെക്കുന്നത്. നമ്മളെപ്പോലെ എന്നെപ്പോലെയൊന്നുമല്ല. അവർക്ക് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ജനതയ്ക്ക് പോലും അവരെ സെർവ് ചെയ്യാൻ പോലും അവർക്ക് കൂടുതൽ തീക്ഷ്ണമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വിശ്വാസം പകർന്നു നൽകാനായിട്ട് അവിടെ ആരുമില്ല. ഒരു കാറ്റഗിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു സാധ്യതകൾ കുറവാണ്. പിന്നെ അവിടെ വൈദികരാണുള്ളത്. വൈദികർ തന്നെ അവിടെ മോൺഫോർട്ട് ഫാദേഴ്സാണ് അവിടെ സെർവ് ചെയ്യുന്നത്. അവർ തന്നെ എണ്ണത്തിൽ വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് കുടുംബമായിട്ട് ചെല്ലുകയാണെങ്കിൽ ആ ഒരു കുടുംബത്തിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാനും കൂടുതൽ പെട്ടെന്ന് അവരായിട്ടൊന്നൊരു സിങ്ക് ആവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായും അതിനുള്ളൊരു സാധ്യത ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ശരിക്കും രണ്ടുപേരും മജീഷും അനുവും പങ്കുവച്ച അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൂടെ ആ വ്യക്തിക്ക് കൂടുതൽ അനുഭവപ്പെടുന്ന രീതിയിൽ തന്നെ പ്രകടമായ അനുഭവങ്ങളിലൂടെ ഈശോയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഈശോ കൂടെ ഉണ്ടാകും എന്നുള്ള അനുഭവങ്ങളാണ് അവർക്ക് പങ്കുവയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നത്. നമ്മളതെല്ലാം കേൾക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈശോയെ ജീവനോടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈശോയുടെ പ്രസൻസ് പരിപാലനയും അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഉടനെ ആരോടെങ്കിലും പോയി ഈശോയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക. അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഈശോ അനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നത് കാണാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വചനപ്രഘോഷണവുമായി മുന്നോട്ട് പോകുന്ന, ഈശോയെ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒത്തിരി കുടുംബങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വേലക്കാരായി അയക്കേണമേ, അഭിഷേകത്താൽ ശക്തരാക്കണേ.